ശാന്തപ്പ, തിടുക്കം കാട്ടി നീ നിന്റെ മോളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കരുത്. ഇപ്പൊ ഈ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് ചാരുവിന് നല്ലൊരു ബന്ധം കിട്ടിക്കൂടായില്ല. ഞാൻ ജോത്സ്യരെന്ന് വിളിക്കട്ടെ? പറ്റില്ല. ഇത് എന്റെ മോളുടെ ജീവിത പ്രശ്നമാണ്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കണം. ബാബുട്ട, എന്താ ഈ അവസ്ഥയിൽ നീ എന്നെ കൈവിടുകയാണ്? ശാന്തപ്പ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും എന്റെ മോനെ ഞാൻ കണ്ടുപിടിച്ച് ഈ കല്യാണം നടത്തിയിരിക്കും. ബാലമാഷേ, മാഷിന്റെ മോനെ തിരക്കനയച്ചവരല്ലേ ഇപ്പൊ വന്നത്? അവര് പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ. എന്തേ ബാലമാഷ് അത് കേട്ടില്ലേ? അവനിനി ഒരിക്കലും വരാൻ പോകുന്നില്ല. അതെ, അവനേരും കടത്തിക്കൊണ്ടുപോയതല്ല. എന്റെ മോളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നാട് വിട്ടുപോയതാ. ഫോണും ഓഫ് ചെയ്ത് വെച്ചിട്ട്. അവനെ ഇനി തിരിച്ചു വരില്ല. എന്റെ മോളിങ്ങനെ കണ്ണീരുമായി ഈ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊക്കെ കളിയാക്കിയല്ലോ ബാബുക്കുട്ടനെ. മണവാള വേഷത്തിൽ കല്യാണം കൂടാമെന്നെന്ന്. ദയവായിട്ടാ യവൻ ഈ വേഷത്തിൽ ഇവിടെ വരാൻ തോന്നിച്ചത്. ബാബുക്കുട്ടാ, നീ ചെല്ലടാ. ബാബുക്കുട്ട വേണ്ട, അത്രയ്ക്ക് ഗതികേടൊന്നും എന്റെ ചാരുമോക്ക് വന്നിട്ടില്ല. നീ മണ്ഡപത്തിൽ കയറിയ നിന്റെ കാലിയാൻ വിട്ടും. എന്നാ അതൊന്ന് കാണണമല്ലോ. ബാബുക്കുട്ടാ, മാറണ. ആരുടെ ദേഹത്താണ് നീ കൈവച്ചത്? ഈ ഗോവിന്ദൻ എനിക്ക് കൂടപ്പറപ്പാ. അവനെ നീ അടിക്കോ? കൊള്ളാലോ. ഇവനെ ഒരുക്കി മണവാളനാക്കി കൊണ്ടുവന്നത് ദൈവനിശ്ചയൊന്നുമല്ല. മനഃപൂർവ്വം നിങ്ങൾ എല്ലാരും കൂടി കണക്ക് കൂട്ടി കൊണ്ടുവന്നതാ. അതിപ്പം വന്നപ്പോഴെല്ലാവർക്കും മനസ്സിലായതാ.